270 വർഷങ്ങൾക്ക് ശേഷം അപൂർവമായ മഹാകുംഭാഭിഷേകത്തിന് ആതിഥ്യമരുളാൻ ഒരുങ്ങിയിരിക്കുകയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ ദിവ്യത്വവും ആത്മീയ ഊർജവും പുനരുജ്ജീവനം ചെയ്യുന്നതിനുള്ള മഹാകുംഭാഭിഷേകം ഇന്ന് നടക്കും. രാവിലെ 7:40 മുതൽ 8:40 വരെയാണ് ചടങ്ങുകൾ. താഴികക്കുടങ്ങളുടെ സമർപ്പണം, വിശ്വക്സേന വിഗ്രഹത്തിന്റെ പുനഃപ്രതിഷ്ഠ, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശം എന്നിവയാണ് ചടങ്ങുകൾ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നവീകരണത്തിനു പിന്നാലെ മഹാകുംഭാഭിഷേകം ഇന്ന് നടക്കുകയാണ്. ശ്രീകോവിലിന് മുകളിൽ താഴികക്കുടങ്ങളുടെ സമർപ്പണം, വിശ്വക്സേന വിഗ്രഹത്തിന്റെ പുനഃപ്രതിഷ്ഠ, തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ കലശം എന്നിവയാണ് ഒരുമിച്ച് നടത്തുന്നത്. മാർത്താണ്ഡവർമ്മ മഹാരാജാവ് 1750 ക്ഷേത്രം നവീകരിച്ച് തൃപ്പടിദാനം നടത്തിയിരുന്നു. ഇതിന് 275 വർഷങ്ങൾക്ക് ശേഷമാണ് സ്തൂപികാ സമർപ്പണം നടക്കുന്നത്. ഇന്ന് രാവിലെ 7:40 കുംഭാഭിഷേക ചടങ്ങുകൾ ആരംഭിക്കും. രാവിലെ 7-ന് ക്ഷേത്രം സ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മ ചെമ്പകത്തട്ടിൻമൂട്ടിൽ നിന്ന് ശീവേലിപ്പുര വഴി തിരുവമ്പാടിയിലെത്തും. അവിടെ അഷ്ടബന്ധ കലശത്തിന് ശേഷം ശ്രീകോവിലിന് സമീപത്തെ വിശ്വക്സേന ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ നടക്കും. ശ്രീപത്മനാഭസ്വാമിയുടെ പാദത്തിന് താഴെയാണ് വിശ്വക്സേന വിഗ്രഹവും ക്ഷേത്രവും ഉള്ളത്. ശ്രീപത്മനാഭസ്വാമിക്ക് തുല്യം കടുശർക്കര യോഗത്തിലാണ് വിഷ്ണുവിന്റെ ഉപരൂപമായ വിശ്വക്സേന വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത്. തുടർന്ന് ശ്രീകോവിലിന്റെ മേൽക്കൂരയിൽ സ്ഥാപിച്ച 3 താഴികക്കുടങ്ങളിലും കലശങ്ങളാടും. ഓരോ താഴികക്കുടത്തിലും 25 കിലോ വീതം ഞവരനെല്ലാണ് നിറയ്ക്കുന്നത്. ഒറ്റക്കൽ മണ്ഡപത്തിന് മുകളിൽ ഒരു താഴികക്കുടവും സ്ഥാപിക്കുന്നുണ്ട്. കേരളത്തിൽ ഇത്തരം മാതൃക അപൂർവമാണെന്ന് ക്ഷേത്രം അധികൃതർ അറിയിച്ചു. കുംഭാഭിഷേകം വീക്ഷിക്കാൻ കിഴക്കേ ശീവേലിപ്പുര ഒഴിച്ച് മറ്റിടങ്ങളിൽ ഭക്തർക്ക് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ സുരക്ഷാ സൗകര്യവും ശക്തമാക്കി. കുംഭാഭിഷേകത്തിന് ശേഷം ഭക്തർക്ക് ദർശനം നടത്താം. 275 വർഷങ്ങൾക്ക് ശേഷമാണ് തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ താഴികക്കുട സമർപ്പണമെന്ന വിശേഷാൽ ചടങ്ങ് നടക്കുന്നത്. ആചാരവിധി പ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തീകരിച്ചാണ് ഇന്ന് രാവിലെ താഴികക്കുട സമർപ്പണം നടക്കുക. ക്യാമറമാൻ മനോജിനൊപ്പം എസ് ശാലിനി, ജനം, തിരുവനന്തപുരം.